സ്വാഗതം. ഇനിയിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഇവിടെ കണ്ട ഈ ഓട് വേഗിൻ്റെ അകത്തും ഈ സോപ്പ് പൊടീൻ്റെ വേഗിൻ്റെ അകത്തും കൂടി ഞാൻ കുറച്ച് ചീര നട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഞാൻ വളം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഈ സെറി ഒരു അത്ഭുത വളം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വായുന്നത് അറിയില്ല. ഇതിലിപ്പം എല്ലാ കാര്യങ്ങളും ചേർത്തതാണ്, ഞാൻ ആക്കി വെച്ചതാണ്. ചാണകം, ചീമക്കൊന്നേൻ്റെ ചപ്പ്, പിന്നെ വേപ്പ് പിണ്ണാക്ക്, കടലക്ക പിണ്ണാക്ക്, കഞ്ഞിവെള്ളം, പിന്നെ ഇതെല്ലാം കൂടി പൊതിർത്തിട്ടാക്കി വെച്ച നല്ല സ്ലറിയാണ് കേട്ടോ. ഇതില്ലേ നല്ല സ്ലറിയ. ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ചീര വായി കിട്ടും. ഈ കണ്ട ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ. അതാ കണ്ടാ, ഇത് സോപ്പ് പൊടീൻ്റെ വേഗിലേക്കാണ് ഇത് നട്ടു കൊടുക്കുക. കണ്ടാ ഇതുപോലെ ഇത് നട്ടു കൊടുക്കുക. ഇതിപ്പം ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങ് വരും. ഇതാണ് ചീരേൻ്റെ വളം. നമുക്ക് പിന്നെ ഈ സ്ലറി കൃത്യമായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഇത് ഇനിയിപ്പോൾ നല്ല ഉഷാറായിട്ട് വരും. കണ്ടാ, ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒഴിച്ചു കൊടുക്കും. നല്ലോണം നന്നാവും. ഇനിയിപ്പോൾ നല്ല ഉഷാറായിട്ട് ഒരാഴ്ച കൊണ്ട് അതിങ്ങ് വരും, നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിനിയിപ്പോൾ നമുക്ക് ചീര പാവുന്നത് ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഈ ചീര വെച്ചാണ് പാവുന്നത് കേട്ടോ. ഇത് ഞാൻ ഇതിനകത്ത് കുറച്ച് പോട്ടി മിശ്രിതം നടക്കട്ടെ. ഇത് പൊടിപ്പിക്കാനാണ്, മുളപ്പിച്ചിട്ട് നമുക്ക് മഴക്കാലമായതുകൊണ്ട് മുളപ്പിച്ചിട്ട് തൈയാക്കിയാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയൂ. അതുകൊണ്ട് കുറച്ച് തൈ വളർന്നു കിട്ടിയാൽ മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഇത് പാവിയിട്ട് നമ്മൾ സൈഡിൽ എവിടെയെങ്കിലും വെക്കാം. അതിന് വേണ്ടി ഞാൻ ഈ പോട്ടി മിശ്രിതം നിറക്കട്ടെ. ഈ പോട്ടി മിശ്രിതം നിറച്ചിട്ട് ഇതിനകത്ത് നിറച്ചിട്ട് ഞാൻ അതിൽ കുറച്ച് പാവി കൊടുക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ. ഇതേപോലെ പാവിയിട്ട് നിങ്ങൾ മഴക്കാലം വളർന്നിട്ടാകുമ്പോൾ നമുക്ക് ചീരത്തൈ പൊടിച്ച് നട്ടാൽ നല്ലോണം ചീര നന്നാവും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പക്ഷേ ഇത് പൊടിപ്പിച്ച് കിട്ടാൻ പ്രയാസമുണ്ട്. അതിനാണ് ഞാൻ തൈ ഉള്ളിൽ ഇതിൻ്റെ അകത്ത് പാവി വെക്കണം. നനയാതെ സ്ഥലത്ത് പാവി വെക്കണം, എന്നാലേ ചീര നന്നാവൂലൂ. അല്ലെങ്കിൽ ഉണ്ടല്ല, ഞാൻ ഈ രണ്ടെണ്ണത്തിലാണ് പാവുന്നത്. ഈ രണ്ടെണ്ണത്തിലാണ് പാവുന്നത്. അത് പൊടിച്ച് നല്ല നേർക്കൽ പാവണം. അല്ലെങ്കിൽ നമുക്ക് പൊടിച്ച് കിട്ടിയില്ല, വളർന്ന് കിട്ടൂല. അതിനാണ് രണ്ടെണ്ണത്തിൽ വിത്ത് പോയാൽ വളരൂല. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഞാൻ മഴ നനയാണ്ട് വെക്കാനാണ്. പൊടിച്ച് കിട്ടിയാൽ നമുക്ക് നിലത്താണെങ്കിൽ നിലത്ത് കുഴിച്ചിട്ടാൽ നന്നായി കിട്ടും. പൊടിച്ച് പൊടിച്ചിട്ട് തൈ കുറച്ച് പൊരിച്ച് നടാനാവണം. അതുപോലെ നമ്മൾ അതന്നെ ചെയ്ത് കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ ഉണ്ടല്ല, പിന്നെ ചീര തൈ വർഷത്തിൽ നമുക്ക് മുളപ്പിച്ചിട്ടും പൊടിപ്പിച്ചിട്ടും നട്ട് ചീര വളർത്തിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ തൈ വേറെ പാവി വെക്കുന്നത്. പാവി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് പറിച്ച് നടാൻ പറ്റും. അതിനാണ് ഇത്. കണ്ടില്ലേ, ഇതേപോലെ രണ്ടെണ്ണത്തിൽ ഞാൻ നിറച്ച് വെച്ചു. ഒരു ബാഗിലുള്ള ഒരു പാക്കറ്റ് കുരുവാണ്. ആ കുരു ഈ രണ്ടെണ്ണത്തിലും കൂടി പാവന. പുറത്ത് പാവി കഴിഞ്ഞാൽ അത് ബാക്കിയാവില്ല, മഴക്ക് തെറിച്ചു പോകും. തയ്യൊന്നും ബാക്കി ഉണ്ടാവില്ല. ഏത് തയ്യായാലും നമ്മളത് മഴ കൊള്ളാണ്ട് വെക്കണം. കണ്ടില്ലേ, പൊടിച്ച് കുറച്ച് വലുതാകുന്നവരെ നമ്മൾ തൈക്ക് അങ്ങനെ തന്നെ ചെയ്യണം. ഇത് കണ്ടല്ലോ, ഇപ്പം ഞാനിവിടെ ഇതാണ് ചീരക്കുരുവായതേ. ചീരക്കുരു വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് പാവി വെക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇത് രണ്ടെണ്ണത്തിലായിട്ട് പാവാം. ഒന്നിൽ പാവുമ്പോൾ അടുത്ത് പോവും. അതുകൊണ്ട് കുറച്ച് ദൂരെ പാവാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണത്തിലായിട്ട് പാവുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഇതിനകത്ത് നേർങ്ങനെ ഇട്ടിട്ട് കൊടുത്തിട്ട് വേണം പാവാൻ. അല്ല ഞാനിതല്ല, ഒരുപാട് ആയിപ്പോയാലുണ്ട് അത് വളർന്നു കിട്ടുകയില്ല, നമുക്ക് ചെടിയായിട്ട് കിട്ടുകയില്ല, അത് തീരെ വളരുകയില്ല. ഇതെനിയിപ്പോൾ പൊടിച്ചിട്ട് നമുക്കിതായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പുറത്ത് വെക്കാൻ പാടുള്ളൂ. വളർന്നിട്ട് നമ്മൾ പറിച്ച് നടുന്ന തൈ മാത്രമേ നമ്മൾ പുറത്ത് വെക്കാൻ പാടുള്ളൂ. ഇതേപോലെ നമ്മൾ പാവി കൊടുക്കുക, അല്ലെങ്കിൽ അമർത്തി കൊടുക്കുക. ഇതേപോലെ നമ്മൾ ആക്കിയിട്ട് ഇങ്ങനെയാണ് പാവേണ്ടത്. ഉണ്ടല്ലേ, ബാഗിലായാലും എല്ലാത്തിലായാലും ഇല്ല, ഇതേപോലെ പാവി കൊടുത്തിട്ട് നമ്മൾ ഇനി വെള്ളവും നനച്ചു കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പം കണ്ടില്ലേ, ഇനിയിപ്പോൾ ഞാൻ അവിടെ മുളച്ചത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അതിന് എടുത്തുകൊണ്ടിട്ട് അതെടുത്തിട്ട് വെക്കട്ടെ. രാത്രി മഴ ബാക്കി വന്ന് പിന്നിൽ പോവും. വേണ്ട, ഇത് ക്യാപ്സിക്കാണ്. ഈ ക്യാപ്സിക്കും ഞാൻ അവിടെ
പിന്നെ പുറത്ത് വെച്ചിട്ടുണ്ട്. മഴ പെയ്തിന്, ഒരു മഴ പെയ്തിന്, അതുകൊണ്ട് ഇനി സാരമില്ല. അതുകൊണ്ട് മുളച്ച് കുറച്ച് തൈ ആയിട്ടാകുമ്പേ പുറത്ത് വെക്കുന്നുണ്ട്, പുറത്ത് വെച്ചു. അല്ലെങ്കിൽ ഇത് പോയി പോവും. അതിന് വേണ്ടിയാണ് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാനും പോകുന്നു. കയ്യിൽ പൊടിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് പൊടിച്ചിട്ട് കാണില്ല, മറ്റേത് പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടോ ഇതുപോലെ ഉണ്ടല്ലേ നിങ്ങൾ? ഇതാണ് മുളക് തൈ പാവി അത് പൊടിച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇതാ ഉണ്ടല്ലേ, ഇത് കണ്ട പൊടിച്ചിട്ട് കണ്ട. ക്യാപ്സിക്കം പൊടിച്ചതായതേ, അത്ര ദിവസമേ ആയാലും. ആ ചോളവും പൊടിച്ചു. ഇതാ ഇതുപോലെയാണ് ഞാൻ പാവി വെച്ചിട്ടില്ല, കണ്ട. ഇതാണ് പാവി വെച്ചിട്ടില്ല, ചീര പാവി. അത് മുളച്ചിട്ടാകുമ്പോൾ നമുക്ക് പറിച്ച് നടാം. അത് മഴയത്ത് വെക്കുന്നില്ല. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരുന്ന എനിക്ക് പറയാനുള്ളൂ. എൻ്റെ വീഡിയോ കൊണ്ട് ഹൈപ്പ് അടിക്കുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. ആരും ഹൈപ്പ് അടിക്കുന്നില്ല. ഹൈപ്പ് എന്ന് പറഞ്ഞത് ഒരാൾ കൂടുന്നില്ല. ലൈക്ക് അടിക്കുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ഉണ്ടാവില്ല, ലൈക്കും അടിക്കുന്നില്ല, ഹൈപ്പും അടിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് മാത്രമേ ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ച് ഹൈപ്പ് അടിച്ച് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് പറയാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.